ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹാവൽസിൻ്റെ ഇലക്ട്രിക് കിറ്ററാണ് ഗൈസ്. ഇലക്ട്രിക് കിറ്റർ. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഇതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഗൈസ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൗട്ട്, ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, വൈഡർ മൗത്ത് ഫോർ ഈസി ഫില്ലിംഗ്, 360-degree cordless kettle, cool touch outer body, 1.2 liter capacity, 3 switch with light indicators. Okay, boxing എടുക്കുക. നമുക്ക് ഈ സാധനം കൂടി ഉണ്ട്. നമ്മുടെ കേറ്റലിംഗ് എടുക്കുക. കേറ്റലിങ്ങനെ എടുത്ത് ഇവിടെ വെച്ചു. ഇതാണ് നമ്മുടെ കിറ്റിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ കിറ്റിൽ ഗൈസ്. നല്ല ബ്ലാക്ക് സാധനമാണ്. കാണാതെ രസമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാനുവൽ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാത്തിൻ്റെയും മാനുവൽ വായിക്കുന്നത് ഏറ്റവും നല്ലത് ഗൈസ്. വാറണ്ടി കാർഡ് മെല്ലെ എല്ലാം ഒന്നും ഞാൻ തോന്നുന്നു. Take up the jug kettle from the base before filling. To fill the jug kettle, open the door by pressing the lid button. Okay. Lid open the door by pressing the lid button. Then fill to desired level, minimum 500 ml. Close lid by pressing it down until it click into place. Put the jug kettle on the power base. Plug the power supply cord into the main socket. Press the off switch down, on or switch downwards. The power indicator lights up. When the water has boiled, the kettle will automatically switch itself off. You can stop the boiling process at any time lifting the on and off switch. The power indicator will switch off. Kettle has switched off automatically or has been switched off manually. It some time to cool down. After 15 seconds, 20 seconds, the kettle can be switched on again. Before first use, it recommend to operate the kettle for 2 or 3 times following the use instruction above. This will remove any dust or residues remaining in the manufacturing process. Please unplug and cool the kettle before cleaning. Do not immerse the kettle power cord socket and plug into water. Making sure avoid sharp objects. ഓക്കെ ഗൈസ്, നമുക്ക് മനസ്സിലായി. നമുക്ക് ആദ്യം ഞാനത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് വെറുതെ ഒന്ന് കഴുകിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് കളഞ്ഞിട്ട് വീണ്ടും വെള്ളം തിളപ്പിച്ചിട്ട് വെക്കാം. ആയിരിക്കും ബെറ്റർ. എനിവേ നമുക്കിതൊക്കെ പ്ലഗ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ കെറ്റിൽ ഇത്രയും വെള്ളം നിറച്ചിരിക്കുകയാണ്. ഇത്രയും വെള്ളം നിറയ്ക്കാത്തതുകൊണ്ട് ഇത്ര നിറച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ അങ്ങനെ വെച്ചു. അതിൻ്റെ അടിയിലൊരു സംഭവമുണ്ട്, അത് വെച്ചിട്ട് തിരികെയൊന്നും വേണ്ടത്, ഇങ്ങനെ വെച്ചാൽ മതി ഗൈസ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നു. ഓൺ അടിക്കുന്നു. ഇത് കുറച്ച് നേരം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്നാണ് പറയുന്നത്. എനിവേ ലെറ്റ്സ് വെയിറ്റ് ഗൈസ്, ലെറ്റ്സ് വെയിറ്റ്. ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ മറ്റേ ഇൻസ്ട്രക്ഷൻസ് കണ്ടത്. ഞാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ അത് വെച്ച് ആദ്യം ഒരു പ്രാവശ്യം ചൂടാക്കിയിട്ട് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ചൂടാക്കി യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഇതിനകത്ത് 2-3 പ്രാവശ്യം എല്ലാം വെള്ളം ചൂടാക്കി ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം കെറ്റിൽ യൂസ് ചെയ്യാൻ. എന്തെങ്കിലും മാനുഫാക്ചറിൽ എന്തെങ്കിലും പൊടിയോ മറ്റേ എന്തെങ്കിലും പോകേണ്ട രീതിയിലാണ്. നമുക്ക് ഒരു പ്രാവശ്യം കഴിയാൻ മതി. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വെറുതെ കഴുകിയിട്ടൊന്ന് വീണ്ടും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നിറച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് വെച്ചേക്കുന്നത്. ഇത് വെച്ചിട്ട് ഒന്ന് ചൂട് ആറിക്കഴിഞ്ഞിട്ട് പുറത്ത് വെള്ളം തള്ളി പിന്നെ ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കൊന്നുകൂടി വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ.
യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് 10-20 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത് അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇപ്പോൾ മാനുവലിൽ കണ്ടപ്പോൾ വായിച്ചത്. ആക്ച്വലി മൈ മിസ്റ്റേക്ക് വായിച്ചപ്പോൾ ചെറിയ മാറിപ്പോയി, മിനിറ്റ് സെക്കൻഡെല്ലാം കൂടി. കാരണം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഞാൻ പിന്നെ സ്വിച്ചും കൂടി ഓഫാക്കി വെച്ചു ഓട്ടോമാറ്റിക്കലി ഓഫ് ആയതിന് ശേഷം. സോ എങ്ങനെയാണിത് യൂസ് ചെയ്യുക ഗൈസ്? ഞാനത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് ഗൈസ്.